നമ്മുടെ കൈനോട്ടക്കാരനല്ലേ തല്ലുന്നത്? അതെ, വാ നോക്കാം. നിന്നെ ഇനി കൈനോട്ടായിട്ട് കവലയിൽ കണ്ടാല് എന്താ പ്രശ്നം? ഇവനെന്റെ ഭാര്യയുടെ കൈ നോക്കി എനിക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് പറഞ്ഞെന്നേ. അവളത് കേട്ട് വീട്ടിൽ വന്നപ്പോ മുറ്റത്ത് ഞാനുമായിട്ടൊരു പെണ്ണ് സംസാരിച്ചിട്ട് നിൽക്കുന്നു. പോരേ പൂരം. അതേത് പെണ്ണ്? അത് നമ്മുടെ നാട്ടിലുള്ള പെണ്ണൊന്നുമല്ല, അത് ബാബു ഡോക്ടറെ കാണാൻ വന്നതാ. ഞാൻ മുറ്റത്ത് നിൽക്കണോണ്ട് വഴി ചോദിച്ചതാ. ഇവനെന്റെ വല്യച്ഛനോട് പറഞ്ഞു ഭാഗ്യം വീണ് കിട്ടുമെന്ന്. പോയ ഒരു തേങ്ങയാണ് വീണത്. തേങ്ങ വീണ് കിട്ടിയില്ലേ? അതൊരു ഭാഗ്യല്ലേ? തേങ്ങ വീണത് വല്യച്ഛന്റെ തലയില, മെഡിക്കൽ കോളേജില. 16 സ്റ്റിച്ചുണ്ട്. ഇതുവരെയും ബോധം വീണിട്ടില്ല. അതിനങ്ങേർക്ക് പണ്ടേ ബോധമില്ലല്ലോ. അപ്പൊ ഇവന്റെ നാക്കാണ് ഇടങ്ങീർ. ഇവന്റെ കരിനാക്ക് വെച്ച എന്റെ അമ്മാനോട് പറയാ മോളുടെ കല്യാണം ഉടനെ നടക്കുമെന്ന്. അമ്മാവൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് മോളൊരുത്തനോട് ഒളിച്ചോടിപ്പോയി. പക്ഷെ പറഞ്ഞ പോലെ കല്യാണം വേഗം നടന്നില്ലേ? ബാക്കിയൊക്കെ വാർത്തു ദോഷം, അല്ലാതെ എന്റെ ദോഷമാ. ഞാൻ കെട്ടാവുന്ന പെണ്ണ, എന്റെ പുറപ്പെണ്ണ്, അറിയാമോ? എന്റെ ചേട്ടന്റെ കൈ നോക്കി ഇവൻ ഇരുചക്ര വാഹന യോഗം ഉണ്ടെന്ന് പറഞ്ഞേ ഉള്ളു. അന്ന് തന്നെ ഒരു കാറ് കയറി ഇടിച്ച് കാലൊടിഞ്ഞ്. പക്ഷെ കാറ് ഇരുചക്ര വാഹനം അല്ലല്ലോ, 4 വീലില്ലേ? 4 ഇപ്പൊ വീൽ ചെയറില്ല, അത് ഇരുചക്ര വാഹനമാണല്ല. അപ്പൊ യോഗം കറക്റ്റായി. പക്ഷേ 4 വീലർ യോഗം ഉടനെ പറഞ്ഞ ചേട്ടനാ. എനിക്കോ? സ്ട്രെച്ചറോ അതോ ആംബുലൻസോ? അടിയുടെ ഇവനാ. തല്ലല്ലേ?